അതായത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിമിക്രി ചെയ്യണമെന്ന്. അപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്കയും സുരേഷ് ചേട്ടനൊക്കെയാണ്. അപ്പം ചെയ്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് അന്ന് കാലത്ത് നടന്നൊരു സംഭവം, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, സുരേഷ് ചേട്ടൻ ചെയ്തൊരു സംഭവമായിട്ടാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, മിഖായിൽ എനിക്ക് വേണം, ആ സ്ഥാപനത്തിനാണ് പറഞ്ഞത്. മിഖായിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അലീനെ പോലുള്ള ആൾക്കാർ എന്നെ പോലെ ആക്കിയല്ലേ. അല്ല, ഓൺലൈൻ ഞങ്ങളെല്ലാവരും ഓൺലൈൻ അന്ന് മെയിൻ മാധ്യമങ്ങളെല്ലാം പോയി ബൈറ്റ് വെച്ചപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംഭവിച്ചു. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വന്ന കണ്ടപ്പോൾ ഞാൻ, പക്ഷെ ഇപ്പം ഇന്ന് വീഡിയോയിൽ കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. പുതുമ വേണമല്ലോ. പുതുമ വേണം. അപ്പോൾ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ടോ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് കടപ്പാട്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇത് തൃശ്ശൂർക്കാരോട് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് തൃശ്ശൂർക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വളച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സുരേഷ് ചേട്ടൻ്റെ തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുന്നത്. സുരേഷ് ചേട്ടൻ മനസ്സിലായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം പുള്ളി വേറൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലടാ ഞാൻ നിന്നെ തിരിച്ചനുകരിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം സുരേഷ് ചേട്ടനുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര ബന്ധമല്ല, അത് രാഷ്ട്രീയമായിട്ട് ഞാൻ പിന്തുടരുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്.